നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റീന ജേക്കബ്. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ഞായറാഴ്ച പ്രതിനിധി യോഗം നടന്നു. കഴിഞ്ഞ ഞായറാഴ്ച കാറ്റിസം സ്റ്റാഫ് മീറ്റിംഗ് രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തി. പുതിയ കൈക്കാരന്മാർ ഒക്ടോബർ 19 ചുമതലയേൽക്കും. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഞായറാഴ്ച പ്രതിനിധി യോഗം നടന്നു. വികാരിയച്ഛൻ അധ്യക്ഷനായ പ്രതിനിധി യോഗത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിലെ അതിരൂപത തെരട്ട് പള്ളി ക്ലർക്ക് ശ്രീ ഫ്രാൻസിസ് കുറ്റിക്കാട്ട് യോഗത്തിൽ അവതരിപ്പിക്കുകയും യോഗം കണക്കുകളും തെരട്ടും പാസാക്കുകയും ചെയ്തു. ആഗസ്റ്റ് 15 ഊട്ടുതിരുനാളിൻ്റെയും കപ്പേള തിരുനാളിൻ്റെയും കണക്കുകൾ തിരുനാൾ കമ്മിറ്റി ട്രഷറർ ശ്രീ ഫെർഡിൻ മേലിട്ട് പാലത്തിങ്കൽ യോഗത്തിൽ അവതരിപ്പിച്ചു. കണക്കുകൾ പാസാക്കി നന്ദി പറഞ്ഞുകൊണ്ട് കമ്മിറ്റി പിരിച്ചുവിട്ടു. മുണ്ടത്തിക്കോട് പള്ളിയുടെ സുവർണ ജൂബിലി തിരുപ്പട്ടം അനുബന്ധ കണക്കുകൾ പൂർത്തീകരിച്ചതായി യോഗത്തിൽ അറിയിച്ചു. കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനായി പ്രതിനിധി യോഗത്തിൽ നിന്നും ശ്രീ ജോസഫ് പാണേങ്ങാടൻ, ശ്രീ റെൻസൻ ചെറുവത്തൂർ എന്നിവരെ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ ഞായറാഴ്ച കാറ്റിസം സ്റ്റാഫ് മീറ്റിംഗ് നടന്നു. വികാരിയച്ഛൻ അധ്യക്ഷനായ കാറ്റിസം സ്റ്റാഫ് മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ. ഒക്ടോബർ 22 ബുധനാഴ്ച വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ മാതാവിൻ്റെ വിവിധ പ്രത്യക്ഷീകരണങ്ങളുടെ ഫാൻസി ഡ്രസ്സ് ഉച്ചതിരിഞ്ഞുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ നടത്തുന്നതിന് തീരുമാനിച്ചു. നഴ്സറി മുതൽ ACC വരെയുള്ള എല്ലാ ക്ലാസ്സുകാർക്കും മാതാവിൻ്റെ വ്യത്യസ്തമായ വേഷങ്ങളായിരിക്കും നൽകുക. ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിക്കാണ് പങ്കെടുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുക. മറ്റു കാറ്റിസം വാർത്തകളിലേക്ക്. സെപ്റ്റംബർ 28 ഞായറാഴ്ച ലോഗോസ് പരീക്ഷ നടന്നു. 66 പേരാണ് ലോഗോസ് പരീക്ഷ എഴുതിയത്. ഒക്ടോബർ 26 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 10 മണി വരെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കും 11 മുതൽ 12 വരെ മാതാപിതാക്കൾക്കും ഒരു സെമിനാർ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടത്തുന്നതായിരിക്കും. സെമിനാറിന് നേതൃത്വം നൽകുന്നത് മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ ലിജോ ജോസ് പെരുമായൻ. എല്ലാ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും സെമിനാറിൽ പങ്കെടുക്കണമെന്ന് വികാരിയച്ഛൻ അറിയിക്കുന്നു. പുതിയ കൈക്കാരന്മാർ ഒക്ടോബർ 19 ചുമതലയേൽക്കും. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന കൈക്കാരന്മാരായ ശ്രീ ഫെർഡിൻ മേലിട്ട് പാലത്തിങ്കൽ, ശ്രീ ജെയ്സൺ കണ്ണനായ്ക്കൽ, ശ്രീ റിക്സൺ ആളൂർ എന്നിവർക്ക് നന്ദിയുടെ പൂച്ചെണ്ടുകൾ. മാർ ജേക്കബ് തൂങ്കുഴി അനുസ്മരണ ദിനാചരണത്തിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നമ്മുടെ ഇടവകാംഗമായ സ്നേഹാലയം ആന്റണിയെ ഉപഹാരം നൽകി ആദരിച്ചു. ശ്രീ സ്നേഹാലയം ആന്റണിക്ക് ഇടവകയുടെ അഭിനന്ദനങ്ങൾ. ജപമാല ഭക്തിയുമായി CLC സംഘടന. മാതാവിൻ്റെ ജപമാല മാസത്തോടനുബന്ധിച്ച് മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിലെ CLC അംഗങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും 6:45 ജപമാല ഗ്രോട്ടോയിൽ വെച്ച് നടത്തുന്നതായിരിക്കും. എല്ലാ ഇടവക ജനങ്ങളും ഓരോ ദിവസവും നിശ്ചയിക്കപ്പെട്ട യൂണിറ്റുകളും സംഘടനകളും 6:45 ജപമാലയിൽ പങ്കെടുക്കണമെന്ന് വികാരിയച്ഛൻ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. CSC സിസ്റ്റേഴ്സ് നടത്തിയ ഇടവകതല ഊക്കൻ ഫെസ്റ്റ് സമാപിച്ചു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സിസ്റ്റേഴ്സ് നന്ദി അറിയിക്കുന്നു. എല്ലാ മാസവും 2ാം വെള്ളിയാഴ്ച 6:30 നിശ്ചയിച്ചിട്ടുള്ള ക്രിസ്തുരാജ കപ്പേളയിലെ ലതീഞ്ഞിലും നൊവേനയിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് വികാരിയച്ഛൻ അറിയിക്കുന്നു. 1ാം ജന്മദിനം ആഘോഷിക്കുന്ന വിശുദ്ധ മിഖായേൽ യൂണിറ്റ് അംഗമായ പുത്തിരി ജിൻസൺ സിബി ദമ്പതികളുടെ മകൾ അയാന ജിൻസനെ ആശംസകളുമായി ഹെവൻലി ബ്ലിസ്. Happy birthday to you. Happy birthday to you. Happy birthday, happy. 3ാം പിറന്നാൾ ആഘോഷിക്കുന്ന ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് അംഗം ചിറ്റിലപ്പള്ളി ജിക്സൺ വിജി ദമ്പതികളുടെ മക്കളായ ഏഞ്ചല ജിക്സനും ഏബ്നർ ജിക്സനും ആശംസകളുമായി ഹെവൻലി ബ്ലിസ്. അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന സെയിന്റ് സേവിയർ യൂണിറ്റ് അംഗമായ അറക്കൽ ബെന്നി അനു ദമ്പതികളുടെ മകൻ ആദം റൊസാരിയോ ബെന്നിക്ക് ഹെവൻലി ബ്ലിസിന്റെ ആശംസകൾ.
Happy birthday to you. Happy birthday to you. Happy birthday. ഏഴാം ജന്മദിനം ആഘോഷിക്കുന്ന വിശുദ്ധ മിഖായേൽ യൂണിറ്റ് അംഗം ചിറയത്ത് വിനു സ്വപ്ന ദമ്പതികളുടെ മകൻ ഇവാൻ വിനുവിനെ ആശംസകളുമായി ഹെവൻലി ബ്ലിസ്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. എട്ടാം ജന്മദിനം ആഘോഷിച്ച സെയിൻറ്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് അംഗം ചിറ്റലപ്പള്ളി അന്തോണീസിനി ദമ്പതികളുടെ മകൾ അലോന അന്തോണീസിനെ ജന്മദിനാശംസകളുമായി ഹെവൻലി ബ്ലിസ്. Happy birthday to you. Happy birthday, happy birthday. അറിയിപ്പുകൾ. ഒക്ടോബർ 12 ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പൊതുയോഗം ഉണ്ടായിരിക്കും. ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ്റെ 69ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള നിയോഗാർത്ഥം ആയിരിക്കും ഒക്ടോബർ 12 ഞായറാഴ്ചയിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച വിതരണവും ഉണ്ടായിരിക്കും. ഈ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ സംഘടനകളുടെയും ഭാരവാഹികളുടെയും യോഗം ഉണ്ടായിരിക്കുന്നതാണ്. ഒക്ടോബർ 12 ഞായറാഴ്ച 2 മണി മുതൽ 4 മണി വരെ കാറ്റിസം എക്സാം നടത്തുന്നതാണ്. 2, 4, 6, 8, 10, 12 ACC എന്നീ ക്ലാസ്സുകാർക്കായിരിക്കും പരീക്ഷ. ഓണം രുചി കോൺടെസ്റ്റ് വിധി നിർണയം നടന്നുകൊണ്ടിരിക്കുന്നു. വിജയികളെ ഉടൻ മീഡിയ സെൽ മുഖേന അറിയിക്കുന്നതാണ്. വേലൂർ ഫൊറോന വികാരി തെരട്ട് പരിശോധിച്ചു. അതിരൂപത തെരട്ട് ഒക്ടോബർ 14. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ഇടവകയിലെ സെയിൻറ് ജോസഫ് യൂണിറ്റ് അംഗമായ കടവി ഔസേപ്പ് മകൻ ജോൺസൺ 65 വയസ്സ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പരേതൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ: സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ യൂണിറ്റ് 3 മണിക്ക് തരകൻ ഇനാശു ജോസിൻ്റെ ഭവനത്തിൽ. സെൻറ്റ് വിൻസെൻ്റ് പോൾ യൂണിറ്റ് 4 മണിക്ക് കുണ്ടുകുളങ്ങര അന്തോണി ജോഷിയുടെ ഭവനത്തിൽ. ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് 5 മണിക്ക് അറങ്ങാശ്ശേരി തോമസ് ജസ്റ്റിൻ്റെ ഭവനത്തിൽ. സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റ് 3 മണിക്ക് ചിറ്റിലപ്പള്ളി ജോസ് അന്തോണീസിൻ്റെ ഭവനത്തിൽ. സെയിൻറ്റ് ജോസഫ് യൂണിറ്റ് 4 മണിക്ക് ആലപ്പാട്ട് ലാസർ ദാവീദിൻ്റെ ഭവനത്തിൽ. ക്രിസ്തുരാജ യൂണിറ്റ് 5 മണിക്ക് വടുക്കൂടൻ ദേവസി ജോസിൻ്റെ ഭവനത്തിൽ. ഇൻഫൻറ്റ് ജീസസ് യൂണിറ്റ് 5 മണിക്ക് ഇരുമ്പൻ ചാക്കുണ്ണി ദേവസിയുടെ ഭവനത്തിൽ. ഈ ആഴ്ചയിലെ വായനകൾ: ഇൻഫൻറ്റ് ജീസസ് യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.